അല്ല ഗൈസ്, ഇവിടെ നമ്മൾ ഒരു കിണറിൻ്റെ അടിയിൽ കരിങ്കല്ല് കൊണ്ട് പടുക്കാനുള്ള ഒരു പ്ലാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ ആൾമറയ്ക്കുണ്ട്. നേരത്തെ കിണർ കളച്ചിട്ടതാണ്, പഴയ കിണറാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ വന്നിട്ട് ഇടിഞ്ഞു പോവുകയാണ്. അപ്പോൾ അവർക്ക് റിങ് വേണ്ട. റിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് ചൊയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അടി മുതൽ മോൾ ഭാഗം വരെ കരിങ്കല്ലുകൊണ്ട് പടവാണ്. അപ്പോൾ അതിങ്ങനെ ആ ഒരു പാമ്പേരിൻ്റെ ലെവലിലേക്കുള്ളതിനെക്കാട്ടിലും കുറച്ച് പടവിൻ്റെ വണ്ണം കൂട്ടിയിട്ട് ഉള്ളിലേക്ക് തുറന്നിക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ തുറന്നിങ്ങാണ്ട് അവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ശ്വാസം കിട്ടായിട്ട് ഇറങ്ങിയിട്ട് ശ്വാസം കിട്ടായിട്ട് ഫാനൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. കുണ്ടുണ്ട് കിണർ. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് കെട്ടിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചകട വെച്ചിട്ടാണ് മണ്ണ് വലിക്കണത്. സാധാരണഗതിയിൽ ഉരുള് വെച്ചിട്ട് കപ്പി വെച്ചിട്ടാണ് ഇതിന്റെ മണ്ണ് വലിക്കല്. അതായത് നമ്മൾ കളച്ച മണ്ണ് ആദ്യം വലിച്ചു കയറ്റണം. അപ്പൊ ഈ ചകടമ്മല് ആ കാണുന്ന ആ ഒരു നീളത്തില് ഈ കയറിങ്ങനെ ചുറ്റി വലിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരുപാട് ഇപ്പൊ അപ്പുറത്തെ ഒരു വീടാണ്, അവിടെ മതിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സംഗതി ഈ കപ്പിമ്മലോ ഉരുളുമ്മലൊന്നും വലിച്ചു പോകാൻ പറ്റൂല. അപ്പൊ ഇത് നമുക്ക് ചകട തന്നെയാണ് നല്ലത്. ചകടാകുമ്പോൾ അവിടെ നിന്ന് തന്നെ നിന്ന് വലിച്ച് അങ്ങനെ ചുറ്റി അതിങ്ങനെ കറങ്ങി വരും. രണ്ട് ഭാഗത്ത് പോലെ കമ്പി ഉണ്ടാവും. അതിൽ കറക്കിങ്ങാണ്ട് മണ്ണ് ഇങ്ങോട്ട് കയറ്റുക. ഒരാൾ അവിടെ നിന്ന് മണ്ണ് പിടിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് കയറ്റുക, അത് കൊണ്ടുപോയി കുട്ടുക. പിന്നെ ഉള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മൾ അടുത്ത പരിപാടി പിന്നെ ചെയ്യാൻ പോണത് കല്ല് ഇറക്കലാണ്. കല്ല് ഇറക്കലും ഇതുപോലെ തന്നെയാണ്. ഇത് നേരെ വലിച്ചു കയറ്റണു. അത് നേരെ ഫ്രണ്ടേക്ക് നമ്മൾ പിടിച്ച് കല്ല് ഉരുട്ടിങ്ങാണ്ട്, അതായത് ചകട ഇങ്ങനെ ഉരുട്ടിങ്ങാണ്ട് നമ്മൾ കല്ലിറക്കണം. അങ്ങനെ രണ്ട് രീതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന് കുറച്ച് ചെലവ് വരുന്നുണ്ട്. ആ മുകളിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് പലക വെച്ചിട്ട് ഈ ഒരു പാകി നിന്നിട്ട് പലക വെച്ചിട്ട് സീറ്റിംഗ് ആക്കി നിൽക്കാൻ വേണ്ട രീതിയിൽ ചകടൊക്കെ ആ പലകമ്മൽ നല്ല രണ്ട് കഴുക്കോല്, ആ ഒരു ചകടൻ്റെ കാലുമ്പോൾ രണ്ട് കഴുക്കോലുമാരിക്കുള്ള വീതിക്കുള്ള ഒരു 4-5 കനത്തിൽ ആ ഒരു ചകട അടിച്ചുണ്ടാക്കിയിട്ട് അതിന് മുകളിലാണ് ഈ ചകട വെച്ച് കെട്ടിയിട്ടുള്ളത്. രണ്ട് കാല് വെച്ച് കെട്ടിയിട്ട് പിന്നെ അതിന് അപ്പുറത്തും ഓരോ പട്ടിയൊക്കെ സപ്പോർട്ട് കെട്ടിയിട്ടുണ്ട് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്മേൽ തന്നെയാണ് കയറലും ഇറങ്ങലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ കരിങ്കല്ലുകൊണ്ട് ഇങ്ങനെ അടി മുതൽ മേൾഭാഗം വരെ അല്ല കെട്ടണില്ല. നമ്മൾ കുറച്ച് ഭാഗം അവിടെ ഒരു 6-7 കോല് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇടിഞ്ഞ ഭാഗം വരെയാണ് കിട്ടുന്നത്. അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഭാഗം ഉറപ്പുണ്ട്, അപ്പോൾ ഇടിഞ്ഞു പോകില്ല. ഇത് കരിങ്കല്ലുകൊണ്ട് കെട്ടിയുള്ള ഗുണം ഒന്നാമതെന്ന് വെച്ചാൽ പിന്നെ കരിങ്കല്ല് കൊണ്ട് കെട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഏകദേശം എത്രത്തോളം ഈ കിണർ താത്താൻ പറ്റുമോ അത്രത്തോളം താത്തി വെള്ളം നിലനിർത്തിയിട്ട് പിന്നെ വേണം കരിങ്കല്ല് കൊണ്ട് കെട്ടാൻ. അപ്പോൾ നമുക്ക് പിന്നീട് ഇത് താത്താനൊന്നും പറ്റൂല. അപ്പോൾ അതിൽ അങ്ങനത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യമുണ്ട്. ഇപ്പം നമ്മൾ മോട്ടറൊക്കെ വെച്ച് അടിച്ചിട്ട് നല്ലോണം താത്തി മണ്ണൊക്കെ ഇട്ടിട്ട് പിന്നെയാണ് പടവ്. പിന്നെ നമുക്ക് അതിക്ക് ചാരിടണം. ഒരു പാമ്പേര് പടുക്കുന്ന വരെ ചാരൊന്നും വേണ്ട, അടിയിൽ നിന്ന് തന്നെ പടുക്കും. ഒരു പാമ്പേര് പടുത്തു കഴിഞ്ഞാൽ ഒരു 80 സെൻറ്റിമീറ്റർ വെക്കുന്നുണ്ട്. 80 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒരു തരിപ്പുണ്ടാവും. ആ തരിപ്പ് വരെ നമ്മൾ ഇതുപോലത്തെ കഴുങ്ങിൻ്റെ കഷ്ണങ്ങൾ അതുപോലെ തന്നെ റണ്ണർ പീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഒരു കൊട്ട അടിയിൽ 2 ഉക്ക് ഉണ്ടാവും. ആ 2 ഉക്കും ഒരു കൊട്ട കുളത്തിയിട്ട് ഒരു രണ്ടെണ്ണം ഭാഗം അതിൻ്റെ അടിയിൽ വെച്ചിട്ട് മേൽഭാഗത്ത് 2 ഭാഗത്തും കയറമ്മ കെട്ടിങ്ങാണ്ട് ചകടമ്മല്ല കയറമ്മ കെട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ ഇറക്കും. എന്നിട്ട് അടിയിൽ വെച്ചിങ്ങാണ്ട് അത് അതിൻ്റെ മുകളിൽ മണ്ണ് വിരിച്ചു. സോ നമ്മൾ ആദ്യം ഒരു പാമ്പേരി 80 സെൻറ്റിമീറ്ററിൽ നമ്മൾ പടുക്കൂട്ടോ. അതിന് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ നേരെ ഇറങ്ങിയാണ്ട് പടുക്കും. ആ പടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പാമ്പേരിൻ്റെ തരിപ്പുമലാണ് നമ്മൾ രണ്ടാമത്തെ ഈ ഒരു 12 പീസൊക്കെ ഇറക്കിയാണ്ട് കംപ്ലീറ്റ് പാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ചാക്കൊക്കെ വിരിച്ച് ഫില്ലാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് പിന്നെ ഈ 80 സെൻറ്റിമീറ്റർ മുകളിൽ പിന്നെ തുരക്കണല്ലോ. അപ്പോൾ ഏകദേശം ഒരു 80 സെൻറ്റിമീറ്ററിന് അടുത്ത് തുറന്നിട്ട് അത് 80 സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മൾ തുറന്ന് കിട്ടുമ്പോൾ ഇതുപോലെ ഒരു പാമ്പേരി കംപ്ലീറ്റ് കഴുങ്ങുകൊണ്ടോ അതുപോലെ തന്നെ നല്ല കനുള്ള നല്ല പീസ് കറുത്ത റീപ്പൊക്കെ വെച്ചിട്ട് പീസൊക്കെ വില്ലാക്കിയിട്ട് അതിന് മുകളിൽ ചാക്ക് വിളിച്ചിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് തുറന്ന് കെട്ടണം കിണർ. അതായത് നമ്മൾ കിണറിന്റെ ഉൾഭാഗത്ത് കെട്ടിക്കഴിഞ്ഞാൽ തീരെ ഉൾവട്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ ഈ കിണർ കെട്ടേണ്ട ഭാഗം തുറന്നിട്ടാണ് നമ്മൾ ഈ ഒരു കെട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാലം വെള്ളം വറ്റില്ല.
ഉറവുണ്ടാവും. റിങ് ഇറക്കി കഴിഞ്ഞാൽ ഉറവൊക്കെ ഒരുപാട് അടിയിട്ട് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കെട്ടിൽ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉറവൊന്നും അടഞ്ഞു പോകില്ല. സുഖസുന്ദരമായിട്ട് പിന്നെ നമുക്ക് ഫ്രീസറും ഫ്രിഡ്ജൊന്നും ആവശ്യമുണ്ടാവില്ല വെള്ളം തിളപ്പിക്കാൻ. കാരണം നല്ല കൂളിംഗ് ഉണ്ടാവും. അത് അനുഭവിച്ച് എനിക്ക് അറിയുള്ളൂ, എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഇത് വന്നുകൊണ്ട് സിമെന്റ് ലെവലിൽ വെച്ചാൽ ഫുൾ ഡ്രൈ കെട്ടാണ്. നമ്മളിങ്ങനെ കല്ലിങ്ങനെ അടിക്കുമ്പോൾ ഫ്രണ്ട് മുഖം അടിക്കുമ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ റൗണ്ട് മാറി ചെറുതായിട്ട് കോച്ചിട്ട് അടിക്കുമ്പോൾ കംപ്ലീറ്റ് ഭാഗം റൗണ്ട് കിട്ടും. അതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതിന്റെ സെന്റർ കിട്ടാൻ വേണ്ടി ഒരു പട്ടിക പോലെ നമ്മൾ ഇതിന്റെ ഉൾവട്ടം കണ്ടുകാണ്ട് സെന്ററിന്റെ ഒരു പട്ടിക എടുത്തിട്ട് ഉൾവട്ടം കണ്ടുകാണ്ട് അതിന് സെന്ററിൽ ഒരു ആണി അടിച്ചിട്ട് ഒരു നൂല് അതിമ കെട്ടും. അതിന്റെ ഉൾവട്ടത്തിന്റെ സെന്ററിൽ, അതായത് ഉൾവട്ടം 7 വട്ടാണെങ്കിൽ നമുക്ക് 3.5 ഒരു ആണി അടിച്ചിട്ട് ഒരു നൂല് അതിമ കെട്ടിയിട്ട് നൂല് കറക്റ്റ് റൗണ്ട് ആക്കിയിട്ട് അയിമൽ ഓരോ കല്ലിങ്ങനെ വെക്കുന്നാൽ കറക്റ്റ് റൗണ്ട് കിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങനെ കെട്ടിപ്പൊക്കുമ്പോൾ പിന്നെ ആ കറക്റ്റ് റൗണ്ട് മോള് വരെ കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതുപോലത്തെ പണിയൊക്കെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, മിക്കവാറും ആളുകൾ ചെയ്യുന്നില്ല, പക്ഷെ കുറച്ചേറെ വരുന്നുണ്ട്. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്കഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് തൃപ്തരാണെങ്കിൽ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നല്ല തെളിനീര് വെള്ളം കുടിക്കാം, തണുപ്പുണ്ടാകും, നല്ല ശുദ്ധമായ വെള്ളം, അതായത് നല്ല തണുപ്പുണ്ടാകും. ഇതിൽ മായം കലത്തിലോ വെള്ളം കൂട്ടലൊന്നുമില്ല. യഥാർത്ഥമാണ് ഇപ്പോൾ പറയണത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ പണിയെടുക്കുമ്പോൾ അടിയിൽ ആളുണ്ടാവും. എന്നുള്ള ഇതുപോലെ റീപ്പർ ഇറക്കുമ്പോഴൊക്കെ അടിയിൽ ആളുണ്ടാവും. മേത്ത് തട്ടാണ്ട് നമ്മൾ നോക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ കാര്യങ്ങളിൽ ഇറക്കുമ്പോഴും തന്നെ നമ്മൾ അവരെ മേത്ത് തട്ടാണ്ട് അവരെത്തുമ്പോഴും എത്തുമ്പോഴൊക്കെ സിഗ്നൽ കൊടുക്കണം. പിന്നെ കല്ല് ഇറക്കുമ്പോൾ നമ്മൾ സാധാരണ കൊട്ടിനാണെങ്കിൽ നമ്മൾ കല്ലെടുക്കുന്നത് വലിയ കൊട്ട ഒഴിച്ചിട്ടാണ് കൊട്ടിൻ്റെ സാധാരണ കല്ലുകാർ കൊടുക്കുന്ന അവർ വെട്ടിപ്പോയിട്ട് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ കല്ലിനാണ് വെട്ടിപ്പോയിട്ട് മുടക്കിയിട്ട് അതിനാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വില കിട്ടും. പിന്നെ കാര്യത്തിൽ കൊട്ട കൊടുക്കുമ്പോൾ ആ കാര്യത്തിൽ രണ്ട് കമ്പി വളച്ചിട്ട് ടൈമിലാണ് നമ്മൾ ഈ കമ്പി വളച്ച ടൈമിലാണ് കൊട്ട കൊടുക്കുന്നത്. പണ്ടൊക്കെ കാലത്തൊക്കെ പുളിൻ്റെയൊക്കെ കൊമ്പൊക്കെ എടുത്ത് കെട്ടിയിരുന്നത്. അപ്പോൾ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചകടമ്പിലെ പണി എന്ന് പറഞ്ഞാൽ വളരെ സ്ഥലം കുറഞ്ഞു കൊടുക്കും. മണ്ണ് വലിക്കാൻ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പണിയാണത്. ഇനിയിപ്പോൾ കിണറിന്റെ പണിയാണെങ്കിലും ഇതുപോലെ ചകടുണ്ടെങ്കിൽ സുഖമാണ്. ഒരുപാട് അപ്പുറത്ത് വീട്ടിൽ മതിലാണ്, അങ്ങോട്ടൊന്നും വലിക്കാൻ പാടില്ല. ഉരുളുമ്മലാണെങ്കിലും കപ്പുമ്മലാണെങ്കിലും വലിക്കാം. പക്ഷെ അതിന് സൗകര്യം ഇവിടെ ഇല്ല. അപ്പുറത്ത് വീടിന്റെ മതിലാണ്, കുറച്ച് സ്പേസ് ഉള്ള അവിടെ മണ്ണിടുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചകട ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സൗകര്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് അടുത്ത പാർട്ടിലായിട്ട് കാണിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ഒരുപാട് കാണാണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് കാണിക്കുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങളും പിന്നെ അതിൽ വന്ന ചിലവുകളൊക്കെ വെച്ചിട്ട് നമുക്ക് രണ്ടാമതൊരു പാർട്ട് ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും കരികളിലൂടെ പഠിത്താനുള്ള ഗുണങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്ക് ഷെയർ ചെയ്താലേ അറിയുള്ളൂ. കാരണം ഇത് അനുഭവിച്ചേക്ക് അറിയുള്ളൂ. കരികളിലൂടെ പഠിത്തം കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന തണുപ്പ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജസ്റ്റ് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടും. അങ്ങനെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് കെട്ടിക്കൊടുക്കും. വളരെ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും കലയും തരി ഒരുമിച്ച് ഉണ്ടാവുക. കല തര ഒരുമിച്ച് കഴിഞ്ഞാൽ ഉഷാർ. ഹേ Thank you.
ആ